ഹായ് ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ, ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ തല്ലും വഴക്കമൊന്നുമല്ല കേട്ടോ. ഇന്ന് ഇച്ചിരി സമാധാനം കാണും. ഇന്ന് അവിടെ ഫിലിമിൻ്റെ പ്രമോഷനുമായിട്ട് നമ്മുടെ കഴിഞ്ഞ സീസണിലെ അർജുൻ ഉണ്ടല്ലോ, അർജുനെ ആരും മറക്കാൻ വഴിയില്ല. അർജുനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ സീസണിൽ ജിത്തു ജോസ് വന്നപ്പോഴത്തേക്ക് അർജുനൊരു ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ വന്നത് അർജുൻ, പിന്നെ നമ്മുടെ ആസിഫ് അലി, ഫിലിം സ്റ്റാർ ആസിഫ് അലി, പിന്നെ അപർണ മുരളി, ജിത്തു ജോസഫ്, ഇവരും 4 പേരും കൂടെയാണ് പ്രധാന വാതിലിൽ നിന്ന് എൻട്രി ആവുന്നത്. ഒരു മ്യൂസിക്കോട് കൂടി എൻട്രി ആവുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി അവരെ അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നു. മിറാഷിൻ്റെ ട്രെയിലർ കാണിച്ചിട്ട് ജിത്തു ജോസഫ് മത്സരാർത്ഥികളോട് അതിൻ്റെ തിരക്കഥ എഴുതാനായിട്ട് പറയുന്നു. ഓരോരുത്തർ അവരവരെഴുതിയ തിരക്കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവരവരെഴുതിയ തിരക്കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഏത് കഥയാണ് ജിത്തുവിന് ഇഷ്ടപ്പെടുന്നത്, ആ കഥ എഴുതിയ ആളിനെ ജിത്തു തിരഞ്ഞെടുക്കുമായിരിക്കും. അനീഷ് പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, കിരൺ എന്ന കഥാപാത്രമാണ് ആ ഫിലിം കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ അത് ആസിഫ് അലി അഭിനയിക്കുന്നതാണ്. പക്ഷേ ആസിഫ് അലി അല്ല കഥ കൊണ്ടുപോകുന്നത്, നമ്മുടെ അപർണ മുരളി കഥാപാത്രമായ അപർണ മുരളിയാണ് കൊണ്ടുപോകുന്നത്. അനീഷ് പറയുന്നത് തെറ്റുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. ഇനി ആർക്ക് ചാൻസ് കിട്ടുമെന്ന് അറിയത്തില്ല. ആരുടെ കഥയാണ് ജിത്തുവിന് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല. ജിത്തു ജോസഫിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ചാൻസ് കിട്ടും. അനീഷിന് ഭാഗ്യമുണ്ടെങ്കിൽ അനീഷിന് കിട്ടും. വേറെ ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അപ്പോൾ പ്രൊമോയിൽ ഇത്രയേ ഉള്ളൂ. പ്രൊമോ വന്നതിൽ ഇത്രയേ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ലൈവ് അപ്ഡേഷനിൽ നടക്കുന്നത് ഇന്ന് നോമിനേഷൻ റൗണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ അനീഷിന് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ലായിരുന്നു. ആ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ബിഗ് ബോസ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചതിൽ അനീഷാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത്. അങ്ങനെ അനീഷിന് ആ നോമിനേഷൻ പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അനീഷിന് ഇനി എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, അനീഷിന് ഓപ്പൺ നോമിനേഷൻ വേണോ അതോ കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം 2 നോമിനേഷനുണ്ട്. കുറച്ച് പേര് ഓപ്പൺ നോമിനേഷനും കുറച്ച് പേര് കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷനുള്ളവർ ഈ ആഴ്ച കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് അനീഷ് പറയാണ്, ബിഗ് ബോസേ എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതിയെന്ന്. അങ്ങനെ ഓപ്പൺ നോമിനേഷനിൽ അനീഷ് വന്ന് നിന്നിട്ട് നമ്മുടെ ആദിലേനെ നോമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആദിലെ നോമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നു. അറിയാമല്ലോ അനീഷിനെ, ഓരോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറയുന്നത് നമ്മുടെ ഹോട്ടൽ ടാസ്കിൻ്റെ പേരിലാണ്. ഇത് സ്റ്റാർ കൊടുത്തില്ല എന്നും ജോലി ഒരുപാട് ചെയ്യിച്ചുവെന്നും അങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയെ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അവരുടെ മുഖത്ത് നോക്കി നോമിനേറ്റ് ചെയ്യാൻ ഉള്ള ധൈര്യം ഇന്ന് വരെ ബിഗ് ബോസിൽ വന്ന് ആരും കാണിച്ചിട്ടില്ല. അതിന് അനീഷിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.